ദേശീയ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾ നടപ്പാക്കാതെ സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ല. മാനദണ്ഡപ്രകാരം 480 ഉദ്യോഗസ്ഥർ വേണ്ടിടത്ത് സംസ്ഥാനത്ത് ആകെയുള്ളത് 170 ഉദ്യോഗസ്ഥർ മാത്രമാണ്. സുപ്രധാന വിവരാവകാശ രേഖ ജനം ടിവിക്ക്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡങ്ങൾ സംസ്ഥാന സർക്കാർ പാലിക്കുന്നില്ല എന്നത് വ്യക്തമാക്കുന്നതാണ് വിവരാവകാശ രേഖ. 1000 ഭക്ഷ്യോൽപാദന കേന്ദ്രങ്ങൾക്ക് ഒരു ഉദ്യോഗസ്ഥൻ വേണമെന്ന FSSAI മാനദണ്ഡം നിലനിൽക്കെ കേരളത്തിൽ ഇതിനാനുപാതികമായി ഉദ്യോഗസ്ഥർ ഇല്ല. സംസ്ഥാനത്ത് 4.5 ലക്ഷത്തോളം ഭക്ഷ്യോൽപാദന വിതരണ കേന്ദ്രങ്ങളുണ്ട്. ഈ കണക്കനുസരിച്ച് സംസ്ഥാനത്തിന് ആകെ 480 ഉദ്യോഗസ്ഥർ വേണം. എന്നാൽ സംസ്ഥാനത്ത് ആകെയുള്ളത് 170 ഉദ്യോഗസ്ഥർ മാത്രം. ഇതിൽ പരിശോധനാ ചുമതലയുള്ളതാകട്ടെ 150 പേർക്കും. ശേഷിക്കുന്നവർക്ക് ഓഫീസ് ജോലികളും. ഭക്ഷ്യവിഷബാധ ഉണ്ടായാൽ നിയമ നടപടി സ്വീകരിക്കാനും സാമ്പിളുകൾ ശേഖരിച്ച് ലാബോറട്ടറി ടെസ്റ്റുകൾക്ക് അയക്കാനും അധികാരമുള്ളത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിനാണ്. എന്നാൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥർ ഇല്ലാത്തതിനാൽ ഈ ചുമതലകൾ ഇപ്പോൾ നിർവഹിക്കുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടർമാരും. ഇത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തനമാക്കി മാറ്റുന്നതിന് കാരണമാകുന്നു. ആരോഗ്യവകുപ്പ് കൃത്യമായ ഇടപെടലുകൾ നടത്തി ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ നിയമിക്കണം എന്നാണ് ആവശ്യം. കേരളത്തിൽ ഇന്ന് ഏകദേശം 4.5 ലക്ഷത്തോളം ഭക്ഷ്യ സംരംഭകരുണ്ട്. എന്നാൽ നിലവിൽ ഇന്ന് സംസ്ഥാനത്ത് 170 ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ മാത്രമാണ് നിലവിലുള്ളത്. അതിൽ 150 പേർ മാത്രമാണ് ഇന്ന് സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ പരിശോധനകൾക്കായി ഇറങ്ങുന്നത്. ഒരു സർക്കിളിൽ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണുള്ളത്. അയാളെ സഹായിക്കാൻ പോലും ഒരാളില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. കുറച്ച് വർഷങ്ങളായി തുടർച്ചയായി ആരോഗ്യ വകുപ്പിൽ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ആരോഗ്യ വകുപ്പ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിനോട് ഒരു ചിറ്റമ്മ നയമാണ് സ്വീകരിക്കുന്നത്. PSC നിയമനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കിയാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നിരിക്കെ ഇതിനും സർക്കാർ തയ്യാറാകുന്നില്ല. PSCയുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഏകദേശം 60ഓളം പേർ നിയമനത്തിനായി കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തിന് മുകളിലായി. കഴിഞ്ഞ സർക്കാർ അവരെ ഒരു വിധത്തിലും പരിഗണിക്കുന്ന ഒരു സമീപനമുണ്ടായില്ല. ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിലെ അടിസ്ഥാന പോരായ്മകൾ ആരോഗ്യവകുപ്പ് പരിഹരിക്കാതെ ഭക്ഷ്യവിഷബാധയ്ക്ക് ഫലപ്രദമായ പരിഹാരം കണ്ടെത്താനാകില്ല എന്നാണ് ആക്ഷേപം. ജനം, കോട്ടയം.